പ്രയർ പ്ലാന്റ്, കലാത്തിയ, മരാന്ത അങ്ങനെയൊക്കെ പേരുകളുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു പ്ലാന്റുകൾ നമ്മൾ നന്നായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ചെറിയൊരു പോട്ടൊക്കെയാണ് നമ്മൾ മേടിച്ചെങ്കിൽ നന്നായിട്ട് ഇതേപോലെ തിക്കും ബുഷുമായിട്ട് ഒരുപാട് ബേബി പ്ലാന്റുകളൊക്കെ വരാനുള്ള നല്ല നല്ല ടിപ്സുകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാനും ഇപ്പം തന്നെ ഒരു ലൈക്ക് കൂടി തരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതേപോലത്തെ നമ്മളൊരു തൈയാണ് നടുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് വേര് പിടിച്ച് കിട്ടില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മളത് റീപോർട്ട് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഇത് നമ്മൾ പിരിച്ച് ബേബി പ്ലാന്റ് നടുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ രീതിയിൽ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെയാണ് കെയർ കൊടുത്തിട്ട് നമ്മൾ ബേബി പ്ലാന്റ് എടുക്കേണ്ടത്, ഇങ്ങനെ ഒട്ടനവധി നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ടിപ്സുകളും ഈ ഒറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മഴക്കാലമാണ്. അപ്പം ഈ ഒരു പ്ലാന്റ് നമ്മൾ ഓവർ വാട്ടറിങ് വന്നാൽ തീർച്ചയായിട്ടും അഴുകിപ്പോകുന്നുള്ളതാണ്. കുറച്ചധികം വില കൂടിയൊരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം നല്ല കെയറിങ് കൂടി ഈ ഒരു വർഷക്കാലത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലാന്റ് നല്ല രീതിയിൽ തന്നെ വളർന്നു വരും. ഈ ഒരു പ്ലാന്റ് നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് കണ്ടോ, നിറച്ചതിൻ്റെ ഇലയിലൊക്കെ നിറച്ച് അഴുകിപ്പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു കാപ്പി കളറൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് ഇല, അല്ലെങ്കിൽ അതിൻ്റെ കളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കാരണം ഓവർ വാട്ടറിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓവർ വാട്ടറിങ് വന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ തുടർന്ന് മുമ്പുള്ള നമ്മളെ വീഡിയോയിലൊക്കെ ഓവർ വാട്ടറിങ് ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ചെയ്താൽ എന്താണ് നമ്മൾ പ്ലാന്റിന് സംഭവിക്കുക കണ്ടോ, ഇതേപോലെ ഇലയൊക്കെ അഴുകിപ്പോവും. അപ്പോൾ ഈ ഇല അഴുകിയത് എന്തുകൊണ്ടാണ് എന്നൊക്കെ നമ്മൾ പിന്നീട് അങ്ങോട്ട് വരുന്ന സമയത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഴക്കാലത്ത് നമ്മൾ ഈ ഒരു പ്ലാന്റ് മഴ തട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇങ്ങനെ കാറ്റിലൊക്കെ വന്നിട്ട് കുറച്ച് വെള്ളം ഈ ഒരു പോട്ടിലേക്ക് ഇങ്ങനെ വീഴുകയും അതിൻ്റെ ഇലയിലൊക്കെ വീണ് ആ പോട്ടിലേക്ക് മെല്ലെ ഇറങ്ങിപ്പോവുകയും ഓവർ വാട്ടറിങ് ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പൊക്കത്തിൽ വെക്കാനായിട്ട് ശ്രമിക്കുക ഈ പ്ലാന്റ്. ഇപ്പോൾ അല്ലെങ്കിൽ വെള്ളം ഇതിലേക്ക് മഴയത്തൊന്നും കാറ്റത്തൊന്നും വന്ന് വീഴുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുകയാണെങ്കിൽ ഈ പ്ലാന്റ് നല്ല അടിപൊളിയായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് കണ്ടോ ഇലയിലൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. നമ്മളത് നന്നായിട്ട് കെയർ ചെയ്ത് വെച്ചതാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് മറ്റേ പ്ലാന്റിൽ നമ്മൾ എന്തായത് വെള്ളം ഓവർ വാട്ടറിങ് കൊടുത്തത്. അപ്പോൾ ഇവിടെ ഇതേപോലെ ഈ ഒരു പ്ലാന്റുകൾക്കൊക്കെ ചിലപ്പോൾ പൂക്കൾ വരാറുണ്ട്. ഈ പ്ലാന്റ് നമ്മൾ ഇലയുടെ ഭംഗി കൊണ്ടാണ് വളർത്തുന്നത്. പൂക്കളിന് അധികം ഭംഗിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൽ സീഡൊക്കെ വന്നിട്ട് മൂക്കാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഈ പ്ലാന്റ് ആ ഒരു സീഡിലേക്കും അതിൻ്റെ പൂക്കളിലേക്കും ശ്രദ്ധ കൊടുക്കുന്നത് കൊണ്ട് കുഞ്ഞു ബേബി പ്ലാന്റും ഇലകൾ പുതിയത് വരുന്നതും ഇല്ലാതെയായി പോവും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പൂ വരുമ്പോൾ തന്നെ നമ്മൾ അടിഭാഗം വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാമെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ അത് വലിച്ചു പറിച്ചൊന്നും എടുക്കരുത്. അപ്പോൾ അത് അതിൻ്റെ പ്ലാന്റിനെ കൂടി ബാധിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഇലകളിൽ അഴുകിയ വെള്ളം ഇല്ലെങ്കിൽ അഴുകിയ ഇലകൾ ഒന്നും വീഴാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മണ്ണ്, ചാണകപ്പൊടി ഒന്നും ഇതിൻ്റെ ഇലയിലാവാതിരിക്കാനും അതേപോലെ തന്നെ ഫംഗിസൈഡ് 1 സ്പൂണ് 1/2 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് മാസത്തിൽ ഒരു പ്രാവശ്യം അടിച്ചു കൊടുക്കാനും മറന്നു പോകരുത്. മുന്നേ നമ്മൾ പറഞ്ഞല്ലോ ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെയായിട്ട് മാറുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മുമ്പ് പറഞ്ഞു. ഇനി നമ്മൾ ഇതേപോലെ ആയ ആ ഒരു കാരണം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പോട്ടൊന്ന് മെല്ലെ എടുത്തതിന് ശേഷം അതിൻ്റെ വേരൊക്കെ നല്ല രീതിയിൽ കറുത്ത് അഴുകിയിട്ടുണ്ടാവുന്നതിൻ്റെ ചെടി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് വന്നിട്ടുള്ള വേരുകളും ചട്ടിയുടെ സൈഡ് ഭാഗത്ത് നല്ല പ്ലാന്റ് ആണെങ്കിൽ വെള്ള കളറോട് കൂടിയ വേരുകളാണ് ഈ ഒരു പ്ലാന്റിനുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ള കളറിൽ വേരുകൾ എവിടെയെങ്കിലും കാണും അല്ലേ. അപ്പോൾ ഈ പുറത്തേക്ക് വന്ന വേരുകൾ ഒക്കെ നല്ല രീതിയിൽ അഴുകി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെടിക്ക് ആവശ്യമായ ന്യൂട്രിയൻസ്, വെള്ളം, മറ്റ് കാര്യങ്ങളൊന്നും വലിച്ചെടുക്കാൻ ഈ ചെടിക്ക് കഴിയില്ല കേട്ടോ. വേരിങ്ങനെ പിടിച്ചു വെക്കുമ്പോൾ തന്നെ അഴുകി പൊട്ടി പോരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോട്ട് മിക്സ് കാണുമ്പോൾ നമുക്ക് ഓവർ വാട്ടറിങ് ആയിട്ട് തോന്നുന്നില്ലെങ്കിലും ഇതാണ് പറയുന്നത്. നമ്മൾ വെള്ളം കൃത്യസമയത്ത് കൃത്യമായ രീതിയിൽ ബാലൻസ് ചെയ്തിട്ട് ഇതേപോലുള്ള ഇൻഡോർ പ്ലാന്റുകൾക്ക് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ വേരുകളൊക്കെ അഴുകി തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലയെ നിലനിർത്താൻ ഈ ഒരു ചെടിക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് ഇതിൻ്റെ ഇലയൊക്കെ മഞ്ഞ കളറും മഞ്ഞ ഡോട്ടും ആയിട്ട് പഴുത്തിരിക്കുന്നത്, പുതിയ ഇലകളും വരാത്തത്. അപ്പോൾ അതിന് ഓവർ വാട്ടറിങ് ആയിപ്പോയി കഴിഞ്ഞാൽ കുറേ കാലം ഈ ചെടി ഇതേപോലെ പിടിച്ചു നിൽക്കും. അതിനുശേഷം പിന്നെ ഇതിന് ഒന്നും വലിച്ചെടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇതിൻ്റെ ഇലകളൊക്കെ അഴുകിപ്പോകുന്നത്. നമുക്ക് നല്ലൊരു പോട്ടിംഗ് മിക്സ് എടുക്കേണ്ടതായിട്ടുള്ളത് പകുതി ഭാഗത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ മണൽ എടുക്കാവുന്നതാണ്. പിന്നെ പകുതി ഭാഗത്തേക്ക് ഗാർഡനിങ് ടോപ്പ് സോയിൽ കൂടി എടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പുതിയൊരു പ്ലാന്റ്, അതിൻ്റെ ബേബി പ്ലാന്റ് നട്ട് വളർത്തുന്നത്. ഇനി അങ്ങോട്ടുള്ള സമയത്ത് നമ്മൾ ബേബി പ്ലാന്റ് എങ്ങനെയാണ് ഇതൊന്ന് എടുക്കേണ്ടതെന്നും കട്ട് ചെയ്തെടുക്കേണ്ടതും അതേപോലെ തന്നെ ഒരു പ്ലാന്റ് ഡിവൈഡ് ചെയ്ത് നമ്മൾ കൂടുതൽ പ്ലാന്റ് ആക്കുന്നത് എങ്ങനെയൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ബേബി പ്ലാന്റ് നടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചാണകപ്പൊടിയൊന്നും ഇപ്പോൾ ആവശ്യമില്ല. ടോപ്പ് സോയിലും അതോടൊപ്പം തന്നെ പകുതി മണലും ചേർത്ത് ഞാനിവിടെ ചെറിയൊരു പോട്ടിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പോട്ടി മിക്സ് ആയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്.
ഇനി നമ്മൾ ഇതേപോലെ ഇളക്കിയെടുത്ത ആ ഒരു ഇതിൻ്റെ നടുഭാഗം നോക്കിക്കൊണ്ട് നമ്മൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ പ്ലാന്റുകളും മാറ്റി മാറ്റി അകത്തി വെക്കുക. അപ്പോൾ നടുഭാഗത്ത് കൂടെയാണ് നമ്മൾ ഇനി ഇതിൻ്റെ ബേബി പ്ലാന്റ് എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണ് സൈഡ് ഭാഗത്തേക്ക് മാറ്റി വെക്കുക. അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും ഇതേപോലെ വലിച്ച് പറിച്ചെടുക്കരുത്. ഇങ്ങനെ പറിച്ചെടുത്താൽ ഈ ഒരു പ്ലാന്റ് പൊട്ടി വരികയാണ് ചെയ്യുക. അത് നമുക്ക് നട്ടിട്ട് പുതിയൊരു ബേബി പ്ലാന്റ് ആക്കി എടുക്കാൻ പറ്റില്ല. ആ ഒരു പ്ലാന്റ് അഴുകിപ്പോവും. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഈ ഒരു കലാത്തിയ പോലുള്ള പ്ലാന്റുകൾ ഇതേപോലുള്ള വെറൈറ്റീസ് കേട്ടോ, നമുക്ക് ഈ ഒരു സ്റ്റെമ്മ് നട്ട് മുളപ്പിക്കുന്ന രീതി, നാടൻ രീതിയിലുള്ള കലാത്തിയൊക്കെ ഉണ്ട്. അത് നമുക്ക് സ്റ്റെമ്മ് മുറിച്ച് നടാം. പക്ഷേ ഇതേപോലെ ഇപ്പോഴത്തെ വെറൈറ്റികളായിട്ടുള്ള ചെടികൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതേപോലെ നമ്മൾ വലിച്ച് പൊക്കിയെടുത്താൽ കണ്ടോ, ഇതിൻ്റെ വേരോടുകൂടി നമുക്ക് കിട്ടില്ല. ഈ ഒരു പ്ലാന്റിൻ്റെ അടിഭാഗത്തുനിന്ന് അതിൻ്റെ ആ ഒരു ഭാഗം കിട്ടില്ല, വേരുള്ളത് പൊട്ടിപ്പോരുകയുള്ളൂ. അതുകൊണ്ട് നടുഭാഗത്തേക്ക് നമ്മൾ ഇതേപോലെ മണ്ണുകൾ മാറ്റി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പകുതി പ്ലാന്റ് ഒരു വശത്തേക്കും, ഇനിയിപ്പോൾ 2 എണ്ണമാണ് ഉള്ളെങ്കിൽ നിങ്ങൾ 2 പ്ലാന്റിൻ്റെ നടുഭാഗത്ത് കൂടെ വേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള രീതിയിൽ, പകുതി വേര് നമുക്ക് കിട്ടണം, പകുതി വേര് ഇങ്ങോട്ടുള്ളത് കട്ടായി പോയിക്കോട്ടെ, പ്രശ്നമല്ല. പക്ഷേ അതിൻ്റെ അടിഭാഗം കട്ടായി പോകാത്ത രീതിയിൽ നമുക്ക് ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം. ഓക്കെ, കണ്ടോ, ഇതേപോലെ പകുതി വേര് ഇപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് വന്നിട്ടുണ്ട്, പകുതി വേര് അപ്പുറത്തേക്കും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്ലാന്റുകളൊന്നും കട്ടായി പോകാതെ നമുക്ക് കിട്ടും. ഇത് നമുക്ക് 2 പോട്ടിലേക്കായിട്ട് റീപോർട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഒരുപാട് ബേബി പ്ലാന്റ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് 2 പോട്ടിലായിട്ട് റീപോർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്ലാന്റ് നമുക്ക് നഷ്ടപ്പെടാതെ നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ അത് നമുക്കൊരു പ്ലാന്റായിട്ട് നമുക്കൊരു പോട്ടിൽ നിലനിൽക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ് നഷ്ടപ്പെടുകയില്ല. നമ്മൾ എത്ര കാലം അതിൻ്റെ കട്ടിങ്സ് നട്ടാലും ഈ ഒരു വെറൈറ്റീസ് ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇല്ലെങ്കിൽ അത്ര ശ്രദ്ധിച്ച് നമ്മൾ വേരോടുകൂടി ഒരു തൈയൊക്കെ ഇളക്കിയെടുത്താൽ പോലും അത് പിന്നീട് കുറേ പ്ലാന്റുകളായി മാറാൻ ഒരുപാട് സമയമെടുക്കും. ഇങ്ങനെ നട്ടാൽ നമുക്ക് പെട്ടെന്ന് ബേബി പ്ലാന്റ് കിട്ടും. അപ്പോൾ വർഷക്കാലത്തൊക്കെ റീപോർട്ട് ചെയ്യുമ്പോൾ മണ്ണ് എങ്ങനെ ശേഖരിച്ച് വെക്കണം എന്നുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മൾ നല്ല വാർന്ന മണ്ണ്, നിങ്ങൾക്ക് അല്ലെങ്കിൽ നനഞ്ഞ മണ്ണ് എടുത്തിട്ട് എവിടെയെങ്കിലും നമുക്ക് നല്ല പിന്നെ മഴ കൊള്ളാത്തൊരു സ്ഥലത്ത് കുറേ കാലം വെക്കുകയാണെങ്കിൽ ആ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞിട്ട് നമുക്ക് പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു പോട്ടിലേക്ക് നമുക്ക് മണ്ണിട്ട് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലാന്റ് എന്തെങ്കിലും ആയി പോയിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ യെല്ലോ കളറോ കയറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പോട്ടൊന്ന് ഇളക്കി നോക്കുക. അതിന് വേരൊക്കെ അഴുകി പോയിട്ടുണ്ട്. ഇതേപോലെ 2ആയിട്ട് ചെയ്യാം, 2 പോട്ടിലേക്കായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഉണങ്ങിയ മണ്ണൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു കൂടുതലായിട്ടുള്ള വെള്ളമൊക്കെ ആ ഒരു ഇതിലേക്ക് വരും. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈർപ്പുള്ള സമയത്ത് നിങ്ങൾക്ക് വേരൊക്കെ ദ്രവിച്ചു പോയ ഒരു പ്ലാന്റ് ആണെങ്കിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചധികം 2 മാസമൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ മറ്റേ ഇതിലേക്കൊക്കെ വേരൊക്കെ വന്ന് ഇതിന് പുതിയ വേരുകൾ ഇനി ആയി വന്നിട്ട് വേണം. അപ്പോൾ ആയി വരുന്നതിനനുസരിച്ചിട്ട് ഇതിന് പുതിയ ബ്രാഞ്ചുകളൊക്കെ വരും. അപ്പോൾ നമ്മൾ മൺചട്ടി എടുത്തിട്ട് നടുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഇൻഡോർ പ്ലാന്റ് ഒക്കെ മൺചട്ടിയിൽ നടുകയാണെങ്കിൽ ഓവർ വാട്ടറിംഗ് ഒക്കെ വന്നാൽ പോലും അത് ഒരു ചട്ടി വലിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഈ ഒരു ചെടി കുറച്ച് വെള്ളം കൂടിപ്പോയാലും അഴുകി പോവാതെ കിട്ടും. അപ്പോൾ അതേപോലെ റീപോർട്ട് ചെയ്ത് 1-2 മാസമൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ പുതിയ ഇട്ട് കൊടുത്ത മണ്ണിലേക്കൊക്കെ വേരൊക്കെ വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് ചാണകപ്പൊടിയോ ചാണകത്തിൻ്റെ വെള്ളമൊക്കെ നമുക്ക് തെളിയൊക്കെ ഇതിന് ഒഴിച്ചു കൊടുത്ത് ആദ്യം പരിപാലിക്കാം. ഇങ്ങനെ നമുക്ക് 1 കിലോ ചാണകം, പച്ചച്ചാണകമോ ഉണക്കച്ചാണകമൊക്കെ ആയിക്കോട്ടെ, അത് എടുത്തിട്ട് 10 ലിറ്റർ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് അതിൻ്റെ തെളിയൊക്കെ എടുത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ ഈ ഒരു പ്ലാന്റ് വളർന്നു വരും. വർഷക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെള്ളമൊന്നും ഈ ഒരു ഇൻഡോർ പ്ലാന്റുകൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല അല്ലേ. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ തന്നെയും പെട്ടെന്ന് ഈ ഒരു വെള്ളം ഡ്രൈനായിട്ടായിട്ടൊന്നും പോവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ലിക്വിഡ് മാജിക് ഫെർട്ടിലൈസറുകളൊക്കെ നമ്മളെ വീട്ടിലുണ്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നതിലും നല്ലത് 19-19-19 രാസവളം ഇല്ലെങ്കിൽ യൂറിയ 1 സ്പൂൺ, ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ ചെറിയൊരു സ്പൂൺ എടുക്കുക, 10 ലിറ്റർ വെള്ളം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ആ ഒരു സ്പൂണ് 10ആയി തരം തിരിച്ചതിന് ശേഷം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കാം, അല്ലെങ്കിൽ 1 സ്പൂൺ 10 ലിറ്റർ വെള്ളത്തിൽ കലക്കാം. നിങ്ങൾക്ക് കുറച്ച് പ്ലാന്റൊക്കെ ആണെങ്കിൽ ആ 10 ലിറ്റർ ആവശ്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതേപോലെ കലക്കിയെടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചോട്ടിൽ കുറച്ച് മാത്രം, നമുക്കൊരു 1/2 ഗ്ലാസ്സൊക്കെ നമുക്ക് 1 മാസം കൂടുമ്പോഴൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് പൊക്കത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ സൈഡ് ഭാഗത്ത് കാർപോർച്ചിൻ്റെ സൈഡിലൊക്കെ ആയിരിക്കും ഒരു പക്ഷേ വെച്ചിട്ടുള്ളതെങ്കിൽ എന്താ പറയുക, ശീതലടിക്കുക എന്നൊക്കെ പറയും. നമ്മൾ കാറ്റത്ത് വരുന്ന വെള്ളം
വെള്ളം ഇതിലേക്ക് വീണിട്ട് ഓവർ വാട്ടറിങ് ആവും. വർഷക്കാലം കഴിയുമ്പോഴത്തേക്ക് ഒരു പ്ലാന്റ് നശിച്ചു പോവും. അങ്ങനെ ഒട്ടുമിക്ക പ്രാവശ്യവും പല ആൾക്കാരും കമൻ്റായിട്ട് പറയാറുണ്ട് വർഷക്കാലം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പ്ലാന്റൊക്കെ നശിച്ചു പോയെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് റീസണായിട്ട് നമുക്ക് കാണാറുള്ളത്. അപ്പം ഓവർ വാട്ടറിങ് വന്നാൽ തീർച്ചയായിട്ടും ഈ ഒരു പ്ലാന്റ് നശിച്ചു പോകുന്നുള്ള ഉദാഹരണ സഹിതം നമ്മൾ ഇപ്പുറത്ത് കാണുന്ന പ്ലാന്റ് നല്ല പ്ലാന്റാണ്. എനിക്ക് 2 ഉണ്ടായിരുന്നു. ഒന്ന് ഞാൻ മഴയത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കാണിച്ച ഒരു റിസൾട്ട് കാണുള്ളൂ, നമുക്ക് എങ്കിലാണല്ലോ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതേപോലെ ആയിപ്പോകരുത്, എല്ലാവർക്കും അതൊക്കെ ആയിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ ഇനിയുള്ള പ്ലാന്റെങ്കിലും ശ്രദ്ധിച്ചെടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതാണ്. ലൈക്ക് തരാൻ മറന്നവർ ലൈക്ക് തരാൻ മറക്കരുത്. അതേപോലെ തന്നെ ഒന്ന് ഷെയർ കൂടിയും ചെയ്തേക്കുക. നല്ല കണ്ടൻറ്റും നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.